മേഡം പറഞ്ഞു കേട്ട് എനിക്ക് വിഷമമായി. എനിക്കും വിഷമമുണ്ട് അരവിന്ദൻ. ഞാനും അരവിന്ദന്റെ കൂടെ ഇവിടെ മുഴുവൻ കാണാൻ ആഗ്രഹിച്ചു വന്നതാ. പക്ഷെ എങ്ങനെ പുറത്തു പോകും? പുറത്തിറങ്ങിയ പിന്നാലെ കഴുകും കണ്ണുകളായിട്ട് രണ്ടെണ്ണവും വട്ടമിട്ട് പറക്കുമല്ലേ. ആര്? നമ്മള് ഹണിമൂൺ എൻജോയ് ചെയ്തിരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് റൂം എടുത്തിട്ടുണ്ടല്ലോ അരവിന്ദന്റെ അനിയനും അവന്റെ ഭാര്യയും. അല്ല, എന്താ പറഞ്ഞത്? ആകാശ് ആ ചാരുവിനെ കൂട്ടി ഇവിടെ വന്നോ? ഏത് റൂം? തൊട്ടപ്പുറത്തുണ്ട്. രണ്ടിനെ ഞാനിപ്പോ ഓടിച്ചു വിടാം. അരവിന്ദ് വേണ്ട, എന്നെ തടയണ്ട. അവനെ അവളെയും ഇവിടുന്ന് വലിച്ച് പുറത്തെറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരൂ. പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണോ കാക്കോത്തി? ഇന്ന് രാത്രി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചത്, ഭംഗി ആസ്വദിച്ചതല്ല. ആണോ? അല്ല, ഈ രാത്രിയിലെ കാര്യം ആലോചിച്ച് തുടങ്ങിയോ? ഞാനേ നിന്നോട് പറയാതിരിക്കായിരുന്നു. നല്ല തണുപ്പും ഇടയ്ക്കുള്ള മഴയും. മനസ്സില് നിന്റെ മുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എപ്പോഴും. ആ, നമ്മുടെ റൂം സെറ്റ് ചെയ്താലോ? എന്തിന്? നമുക്കെന്നാ മുല്ലപ്പൂവിൽ കിടന്നുറങ്ങാം, ഒരു പ്രണയക്കാവ്യം പോലെ. അക്കച്ചേട്ടാ, കാട് കയറണ്ട. ഞാൻ പറഞ്ഞതേ അരവിന്ദേട്ടന്റെ ശ്രേയുടെയും കാര്യം. വാഗമണ്ണില് പ്രണയം പങ്കിടാൻ അവര് മാത്രമല്ലല്ലോ ഉള്ളത്, കാക്കോത്തി. പിന്നെ ഒരു പാവം ഞാനുമില്ലേ. നിന്റെ ഉണ്ടക്കണ്ണ് വെച്ച് എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഉണ്ടക്കണ്ണി കാക്കോത്തി. പിണങ്ങണ്ട. പറ, എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം അവർക്കും ഭാര്യയും ഭർത്താവോട് എന്താണ് പ്ലാൻ? അരവിന്ദേട്ടൻ ഇവനിതെങ്ങനെ? അതെ, ഞാൻ അറിഞ്ഞടാ നീ നിന്റെ ഭാര്യ ഇവിടെ എത്തിയെന്നുള്ളത്. എന്താ നിന്റെ ഉദ്ദേശം? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ഞാൻ എന്താ ഏട്ടാ പറയേണ്ടത്? ഞാൻ ആരാ നിന്റെ? നീ എന്തിനാ ചിരിക്കുന്നേ? അല്ല, ഈ ചോദ്യം കേട്ടാ ചിരിക്കാതെ പിന്നെ ബ്രോയ്ക്ക് ഇവിടെ വന്നിട്ട് തല്ലു വല്ലതും കൊണ്ടോ? കിളി പോയതുപോലെ ഉണ്ടല്ലോ. ഞാനിപ്പോ ബ്രോയെ എന്താ വിളിച്ചേ? ചേട്ടാന്നല്ലേ? അപ്പോ ചേട്ടന്റെ ചോദ്യത്തിനുള്ള ഉത്തരവായില്ലേ? എടാ, കിളി പോയത് എന്റെ അല്ല, നിന്റെയാ. ചേട്ടന്റെ ജീവിതവും മോഹവും ഇല്ലാതാക്കാനാണോ രണ്ടിന്റെ ഉദ്ദേശം? എന്തിനാടാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ? അതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. അതൊക്കെ വിടും. ഇപ്പോ എന്താണ് പ്രശ്നം അത് പറഞ്ഞിട്ട് പോ. നീയും ഇവളും ഇവിടെ വന്ന എന്തിനാ? ഞാനും മേടെ ഇവിടെ വന്നത് സ്വപ്നങ്ങൾ പങ്കിടാനാ. അതിനിടയിൽ നീയൊക്കെ വന്നു കയറി എന്തിനാന്ന്? ഈ സ്വപ്നങ്ങൾ പങ്കിടാൻ വന്നല്ലേ? പങ്കിട്ടോ, ഞങ്ങൾക്ക് എന്താ? അതിന് നീ ഇവിടെ സമ്മതിക്കോ? പറടാ. അരവിന്ദേട്ടാ, അങ്ങനെയൊന്നും അല്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ പറയുന്നത് ഞാൻ കേൾക്കാനോ? നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. ചിരിച്ചു കാണിച്ച് പിന്നീട് കൊഞ്ഞലം കുത്തും നീ. ഇനി നീ വാ തുറന്നാ എന്റെ സ്വഭാവം മാറും. നീ കുറെ നേരം ആയല്ലോ വലിയ വർത്താനം പറയുന്നു. നീ എന്റെ മുമ്പിൽ ശബ്ദം ഉയർത്തി ഞാനങ്ങ് പേടിച്ചു പോന്ന് വിചാരിച്ചോ? സത്യം പറയുന്നേ നിനക്കൊന്നും പിടിക്കില്ലെന്നറിയാം. എന്താടാ സത്യം? ഞാനും ചാരു നിന്റെ ജീവൻ നശിപ്പിക്കാൻ നടക്കണോ? അതൊക്കെ നിന്റെ തോന്നലാണ് ബ്രോ. നിന്റെ ഭാര്യ നിന്റെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത പോയിസണാ ഇതൊക്കെ. എന്നാ സത്യം ഇതൊന്നുമല്ല. നിന്റെയും ശ്രേയുടെയും ജീവിതം നീ സ്വപ്നം കണ്ടതുപോലെ നടക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. അയ്യോ, നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് സ്നേഹവും ആത്മാർത്ഥവും ഉള്ളവരാണോ? കൊള്ളാം. അരവിന്ദേട്ടാ, മതിയടി. നീ പറയുന്നൊക്കെ നിന്റെയൊക്കെ ഉള്ളിൽ തന്നെ വെച്ചോ, മറ്റാരോടും പറയാൻ നിൽക്കണ്ട. കേട്ടാ അവര് ചിരിക്കും. ബ്രോ പോന്നോ? പറഞ്ഞാലും മനസ്സിലാവാത്ത. അക്കുച്ചേട്ടാ, അക്കുച്ചേട്ടൻ എന്തിനാ എടുത്തടിച്ച പോലെ സംസാരിക്കും? പിന്നെ നമ്മളെ മനസ്സിലാക്കാതെ ഇവന്റെ ഇഷ്ടം പോലെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ? എടാ അനിയാം, നീ ഇപ്പൊ എന്നോട് എന്താ പറഞ്ഞേ? പോകാനോ? ആര് നീ ഇവിടെയും വിളിച്ചാൽ ഇവിടുന്ന് പോകാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്, എനിക്ക് അതിലേറെ നല്ലത്. അരവിന്ദേട്ടാ, ഞങ്ങൾ ഇവിടുന്ന് പോയാ ശ്രേയ ഒരിക്കലും അരവിന്ദേട്ടന്റെ ഭാര്യയായിട്ട് പെരുമാറില്ല. അതൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. നീയൊക്കെ ഇവിടെ ഉണ്ടായാലാ മേഡം എന്നോട് ഭാര്യയായി സ്നേഹം പങ്കിടാതെ പെരുമാറാതെ പോകുന്നത്.
ഒരു കാര്യം ഞാൻ പറയാം, രണ്ടുപേരും റൂം വെക്കേറ്റ് ചെയ്ത് ഇവിടുന്ന് പോവാൻ നോക്ക്. പോവില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീ ചെയ്. എടാ എനിക്കങ്ങ് കേറി വരുന്നുണ്ടേ, വീട്ടിലേക്ക് പോകാൻ നോക്കടാ. എന്നോട് പോവാൻ പറയാൻ നീ ആരാടാ? വാഗമൺ നീ സമ്പാദിച്ച സ്വത്താണോ? ഇറങ്ങി പോടാ. അരവിന്ദേട്ടാ, ഞങ്ങൾ ഇപ്പൊ മനസ്സിലാവില്ല. പക്ഷെ അരവിന്ദേട്ടൻ പറയുന്ന പോലെ ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അരവിന്ദേട്ടന് ശ്രേയ എന്തിനിവിടെ വന്നു അതേ കാര്യത്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അരവിന്ദേട്ടൻ പോവാൻ നോക്ക്. അരവിന്ദ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോ അവിടെ പുറത്തുനിന്ന് ആർക്കും ഒരു സ്ഥാനവും ഉണ്ടാവില്ല. നിങ്ങൾക്കിടയിൽ വന്ന് ശല്യം ചെയ്യാൻ ഞങ്ങളാരാ? നീയും ശ്രേയയും മനസ്സ് വെച്ചാ നിങ്ങൾ തീരുമാനിക്കുന്നത് നടക്കും. അതിനപ്പുറം എനിക്ക് പറയാനൊന്നുമില്ല. നീ ഭാര്യയും കൂട്ടി ഇവിടെ വന്നത് എന്തിനാണോ അത് നടത്താൻ നോക്ക്. അങ്ങനെ നടത്തിയിട്ട് നീ വന്ന് ഞങ്ങളോട് സംസാരിക്കും. ഇപ്പൊ നീ പോ.